ഹലോ. സോ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാപ്റ്റർ നമ്പർ 1, ഓഡിറ്റ് ആൻഡ് അതർ ഇൻഷുറൻസ് എൻഗേജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ബേസിസിലാണ് ക്ലാസ് പോവുക. അപ്പോൾ ദിസ് ഈസ് യുവർ ചാപ്റ്റർ നമ്പർ 1. സോ നമ്മൾ ഈ ഒരു ബേസിസിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, തുടങ്ങിയാൽ എന്നാലും എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. നിങ്ങളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തിയറി പേപ്പറാണ്. നിങ്ങൾ ഓൺലൈനിലാണല്ലോ ക്ലാസ്സസ് കേൾക്കുന്നത്, പഠിക്കുന്നത് ഓൺലൈനിലാണ്. നിങ്ങളെ നോക്കാനും കാണാനും ഒന്നും ആരുമില്ല. നിങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷൻസിലാണ്. നല്ല മക്കളാണ്, അടിപൊളിയായിട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളും ഈ സൈഡിലിരിക്കുന്നത്. നമുക്ക് ഈ സെഷൻ അടിപൊളിയായിട്ട് നല്ല സ്കോറിൽ പാസ്സാവേണ്ടത്. ഓക്കെ, സോ ഞാൻ എപ്പോഴും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം വേണം, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി. സോ ഓഡിറ്റ് ആൻഡ് അതർ അഷ്യൂറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്പർ 1. അതൊക്കെ അവിടെ കണ്ടേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മൈൻഡിലേക്ക് ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ വരുന്നത്? ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ചു. എന്താണ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്? നിങ്ങൾ എന്താ പറയുക, ലൈക്ക് എന്തെങ്കിലും ഒരു കള്ളത്തിന് ചെയ്തു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ ഒരാൾ വരുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. അയ്യോ ആരോ വന്നു, ആ ഒരു പേടി ഉണ്ടാവില്ല. ഓഡിറ്റേഴ്സിനെ കാണുമ്പോൾ അക്കൗണ്ടൻസിനും കമ്പനീസിനും ഈ ഒരു ഫീലാണ്. കാരണം ഇവരെന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ. ഓഡിറ്റേഴ്സിന് നല്ല പവറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓഡിറ്റേഴ്സിന് നല്ല പവറുള്ള ആൾക്കാരാണ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്ക് ഓഡിറ്റ് നോർമലി 2 രീതിയിലാണ് വരുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് വരുന്നുണ്ട്, ഇന്റേണൽ ഓഡിറ്റും വരുന്നുണ്ട്. അതിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത ചാപ്റ്റർ നമ്പർ 2 എക്സ്റ്റേണൽ ഓഡിറ്റാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പറയും. ഇതിൽ ജസ്റ്റ് എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. മറ്റൊന്നാണ്, രണ്ടാമത്തെ ടൈപ്പാണ് ഇന്റേണൽ ഓഡിറ്റ്. ഇതോ അതുപോലെ തന്നെ എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ്. ഇന്റേണൽ ഓഡിറ്റിങ്ങിനെ പറ്റിയിട്ട് ചാപ്റ്റർ നമ്പർ 14 ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട്, ഒക്കെ നടക്കട്ടെ. മറ്റൊരു കാര്യമാണ്, സോ ഓഡിറ്റിങ് 2 ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാം, ചാപ്റ്റർ 1 ആണ്, ഇൻട്രൊഡക്ഷൻ പോലത്തെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഒരുപാട് ടേമുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക. അതായത് എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്, എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ്, എന്താണ് അഷ്യൂറൻസ്, എന്താണ് എൻഗേജ്മെന്റ്, അങ്ങനെ ഒരുപാട് ടേമുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എക്സാമിന് ആവശ്യമുണ്ട്. ഈ ചാപ്റ്ററിലും 1-2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് എക്സാമിന് ആവശ്യമുള്ളതായിട്ട് ഉണ്ട്. ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഡയറക്റ്റ് തിയറീസ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങളോട് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിക്കണം, നിർബന്ധമാണ്. ഓക്കെ, ശരി. സോ നമുക്ക് നോക്കാം എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്. എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലം അസ്യൂം ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് നമ്മളെ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഒരാളാണ്. നമ്മളെ കമ്പനിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. നമ്മളെ കമ്പനിയിലുള്ള സ്റ്റാഫുകളെ പരിചയമില്ലാത്ത ആളാണ്. നമ്മളെ കമ്പനീൻ്റെ ഓപ്പറേഷൻസ് അറിയാത്ത ഒരാളാണ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം, നമ്മളെ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാളാണെന്ന് പറയാം. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഓഡിറ്റർ, എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ന് പറയും. അപ്പം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കും, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് എക്സ്പ്രസിംഗ് ആൻ ഒപ്പീനിയൻ ഓൺ whether the financial statements are prepared in all material respects in accordance with an identifiable reporting framework, for example IFRS and the relevant law. നീ മനസ്സിലായോ? ഇല്ല. നോക്കാം. സോ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഓഡിറ്റർ വന്നിട്ട് ഒരു ഒപ്പീനിയൻ കൊടുക്കും, ഒരു അഭിപ്രായം. ജസ്റ്റ് എന്താണ്, ഞാൻ അഭിപ്രായം ഇങ്ങനെ എഴുതട്ടെ അല്ലേ? സോ ജസ്റ്റ് സിംപ്ലി ഒരു അഭിപ്രായം, ഒരു ഒപ്പീനിയൻ പറയാം. പുറത്തുനിന്ന് ഒരാൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം.
പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നത് നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമല്ല. അവർക്ക് നമ്മളെ കാര്യം അറിയും, പിന്നെ ഒരു വെറുതെ അഭിപ്രായം പറയണം, ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. എന്നാൽ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഇങ്ങനെയല്ല. നമ്മൾ ആ കാര്യം ഇഷ്ടപ്പെടണം, എന്നാലേ നമ്മളെ കമ്പനി മുന്നോട്ട് പോകുള്ളൂ. എന്നാൽ അവർക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാം. അവരിവിടെ വന്ന് നമ്മളെ പറ്റി പഠിച്ചതിന് ശേഷമാണ് ഒപ്പീനിയൻ തരുന്നത്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം, ഒരു ഒപ്പീനിയൻ അവർ എക്സ്പ്രസ് ചെയ്യലാണ് എന്തിൻ്റെ മേലെ? ഓൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മേലെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഒപ്പീനിയൻ കൊടുക്കുന്നത്. എന്ത് ഒപ്പീനിയനാണ് കൊടുക്കുന്നത്? വെദർ ദീസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഓൾ മെറ്റീരിയൽ റെസ്പെക്ട്സ്. എല്ലാ മെറ്റീരിയൽ റെസ്പെക്ട്സിലുമാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്താ മെറ്റീരിയൽ റെസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് മെറ്റീരിയൽ റെസ്പെക്ട്സ് എന്ന് പറയുന്നത്? ഇമ്പോർട്ടൻറ്റ് ഇനഫ്. നോക്കാം, മെറ്റീരിയൽ റെസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻറ്റ് ഇനഫ് ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ ഓഫ് യൂസേഴ്സ്. ഓക്കെ, സോ അതാണ് മെറ്റീരിയൽ റെസ്പെക്ട്സ്. നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് യൂസർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇൻ അക്കോർഡൻസ് വിത്ത് ഐഡന്റിഫയബിൾ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഇവിടെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്, ഗൈഡൻസ്, ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഗൈഡൻസ് ടു പെർഫോം സംതിങ് എന്ന് പറയാൻ പറ്റും. ടു പെർഫോം സംതിങ്, എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്, അതാണ് ഫ്രെയിംവർക്ക്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ്ങിന് പകരം എന്ത് വന്നു? റിപ്പോർട്ടിംഗ്. ടു പെർഫോം റിപ്പോർട്ടിംഗ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണത് നമ്മളെ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതാണല്ലോ IFRS. ഓക്കെ, സോ IFRS പ്രകാരം യൂസേഴ്സിന്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് റെലവന്റ് ലോ, നിയമം പറയുന്നത് പോലെയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒപ്പീനിയൻ കൊടുക്കുക. ഇതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. സോ ഒന്നുകൂടെ ഒറ്റ വാക്കിൽ പറയുകയാണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റർ വന്നിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നിയമം പറഞ്ഞതുപോലെയാണോ, റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പറഞ്ഞതുപോലെയാണോ, എല്ലാ മെറ്റീരിയൽ റെസ്പെക്ട്സിലുമാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് ഒരു ഒപ്പീനിയൻ കൊടുക്കാം. ആ ഒപ്പീനിയനെ നമ്മൾ പറയും ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ എന്നാണ് ഓഡിറ്റർ നോക്കുക. ഓക്കെ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് കൊടുക്കുക. ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല, അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മോഡിഫൈഡ് ഒപ്പീനിയൻസ് ആണ് നമുക്ക് ഒപ്പീനിയൻ സ്റ്റേജിൽ റീച്ച് ചെയ്യാനായിട്ട് നോക്കാം. ക്ലിയർ ആണല്ലോ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത്? ശരി, ഇനി നമ്മുടെ കമ്പനിയിലും ഒരു കമ്പനീസ് ആക്ട് 2006 എന്ന് പറയുന്ന സാധനമാണ്. അതിനാണ് കമ്പനി ലോസിനെ പറ്റി പറയുന്നത്. അപ്പോൾ കമ്പനി ലോ പറയുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഓക്കെ, ഈ എക്സ്റ്റേണൽ ഓഡിറ്റിന് നിങ്ങൾക്ക് എന്ത് പേരും കൂടെ ഉണ്ട്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് എന്നും പറയാം. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റ്സിന് നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കമ്പനി ലോ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് നമ്മളെ ഏത് ജൂറിസ്ഡിക്ഷനിലാണോ നമ്മളെ കമ്പനി വർക്ക് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തു നിന്നായിരിക്കണം നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത്. കമ്പനി ലോ റിക്വയർസ് സ്റ്റാറ്റ്യൂട്ടറി എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ഇൻ ദ ജൂറിസ്ഡിക്ഷൻ ഇൻ വിച്ച് എ കോർപ്പറേഷൻ ഓപ്പറേറ്റ്സ്. നമ്മളെ കമ്പനി, നമ്മൾ ആ ഒരു കോർപ്പറേഷൻ എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആ ഒരു ജൂറിസ്ഡിക്ഷനിൽ നിർബന്ധമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് ചെയ്യുന്നുണ്ടാവണം. അങ്ങനെയാണ് കമ്പനി ലോ പറയുന്നത്. ഇനി എക്സ്റ്റേണൽ ഓഡിറ്റിൻ്റെ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുവരികയാണ്.
പോട്ടെ, അത് ഞാൻ എന്നാൽ അവസാനം പറയാം. അഷുറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുള്ളൂ. നോക്കാം. അടുത്തത് ഇന്റേണൽ ഓഡിറ്റിംഗ് ആണ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇന്റേണൽ ഓഡിറ്റിംഗ് ഇതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഇൻഡിപെൻഡന്റ് അല്ലേ? ഇവിടെ ഇൻഡിപെൻഡന്റ് എന്നുള്ളൊരു ടേം നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ഇതിന്റെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഇൻഡിപെൻഡന്റ് അല്ലേ? ആണ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഓഡിറ്റ് പോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റിംഗ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഒബ്ജക്റ്റീവ് അഷുറൻസ് ആൻഡ് കൺസൾട്ടിംഗ് ആക്ടിവിറ്റി ഡിസൈൻഡ് ടു ആഡ് വാല്യൂ ആൻഡ് ഇംപ്രൂവ് ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻസ്. നമ്മളെ ഓർഗനൈസേഷൻ്റെ, നമ്മളെ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, നമ്മളെ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ ഓപ്പറേഷൻസിൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അഷ്വറൻസ് കൊടുക്കലാണ്. എന്താണ് അഷ്വറൻസ്? നമുക്ക് ഡൗട്ട് വന്നു. അടുത്തത് അഷ്വറൻസ് ആണ്, നമുക്ക് പറയാം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അഷ്വറൻസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടിങ് ആണ്. എന്തിനാണിത്? നമ്മളെ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ, നമ്മളെ ഓപ്പറേഷൻസിന് വാല്യൂ കൂട്ടാൻ. ഇതാണ് ഇന്റേണൽ ഓഡിറ്റ്. ഓപ്പറേഷൻസ് ആണ് ഇവരുടെ ഫോക്കസ്. എക്സ്റ്റേണൽ ഓഡിറ്റിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോക്കസ്. ഇന്റേണൽ ഓഡിറ്റിൽ ഓപ്പറേഷൻസ് ആണ് ഫോക്കസ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ഈ ഇന്റേണൽ ഓഡിറ്റ് ഹെൽപ്സ് an organization to accomplish its objectives by bringing a systematic, disciplined approach to evaluate and improve the effectiveness of risk management, control and governance. നമ്മുടെ കമ്പനിയിലുള്ള ഗവേണൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കമ്പനിയിലുള്ള കൺട്രോൾ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കമ്പനിയിലുള്ള റിസ്ക് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിന് ഇന്റേണൽ ഓഡിറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഇത് എന്തിനു കൂടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? നമ്മളെ ഗവേണൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ, നമ്മളുടെ കൺട്രോൾസ് ഇവാലുവേറ്റ് ചെയ്യാൻ, നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനും, ഓപ്പറേഷൻസിന്റെ വാല്യൂ കൂട്ടാനും, ഓപ്പറേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനും. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് വരാം, നമ്മളെ കൺട്രോൾസ് വരാം, നമ്മളെ ഗവേണൻസ് വരാം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും, അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനും, അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റിംഗ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ്, എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ്? നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആസ് ഓഫ് നൗ അത്ര മതി. നമുക്ക് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഇന്റേണൽ ഓഡിറ്റിംഗിന് ചാപ്റ്റർ നമ്പർ 14 ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗിന് ചാപ്റ്റർ നമ്പർ 2 ഉണ്ട്, നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് ഫിക്സ് ആക്കി വെക്കുക. ഒന്ന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോക്കസ്, ഒന്ന് ഓപ്പറേഷൻസ് ആണ് ഫോക്കസ്, ഒന്ന് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യലാണ്, ഒന്ന് വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കലാണ്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് അഷ്വറൻസ് സർവീസസ് ഓർ എൻഗേജ്മെന്റ്. അവിടെ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഓഡിറ്റ് ആൻഡ് അതർ അഷ്വറൻസ് എൻഗേജ്മെന്റ്. ഓഡിറ്റ് 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു. ഇനി അഷ്വറൻസ് ആണ്, നോക്കിക്കോ. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, ഇറ്റ്സ് ആൻ ഈസി വൺ. അപ്പൊ അഷ്വറൻസും ഇൻഡിപെൻഡന്റ് ആണ്, കണ്ടുണ്ടാവും അല്ലേ? അഷ്വറൻസ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സർവീസ് ആണ്. അതും എന്തോ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, അഷ്വറൻസ്, എൻഗേജ്മെന്റ്, ഇതിൽ 2 കാര്യങ്ങൾ, സോറി പോട്ടെ, ഫോക്കസ് ഏരിയാസ്. ക്ലാസ് കാണേണ്ട എഫ് എന്താണെന്ന് ചോദിച്ചാൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ശ്രദ്ധിക്കാം. ഫോക്കസ് ഏരിയാസ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഓഡിറ്റ്, ഐ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റ്, എ എന്ന് പറഞ്ഞാൽ അഷ്വറൻസ് എൻഗേജ്മെന്റ്. ഇങ്ങനെ ഒന്നും അക്രോണിംസ് ഇല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, സോ എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ഫോക്കസ് ഏരിയ എന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇന്റേണൽ ഓഡിറ്റിന്റെ ഫോക്കസ് ഏരിയ എന്താണ്? ഓപ്പറേഷൻസ് ആണ്. അതുപോലെ തന്നെ അഷ്വറൻസ് എൻഗേജ്മെന്റ് ഓപ്പറേഷൻസ് എന്താണ്? ഇൻഫോർമേഷൻസ് ആണ്. ഓക്കെ, ഇൻഫോർമേഷൻസ് ആണ്.
ഇനി എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും ഇന്റേണൽ ഓഡിറ്റിങ്ങും അഷുറൻസ് എൻഗേജ്മെന്റും കോമൺ ആയിട്ട് നിങ്ങളൊരു ടേം കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ അഷുറൻസ് എൻഗേജ്മെന്റ് ആവട്ടെ, അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റിംഗ് ആവട്ടെ, ഇത് രണ്ടും എന്തിനാണ്? നമ്മളെ ഒന്ന് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്താണ്? ഒരു ഒപ്പീനിയൻ കൊടുക്കാനാണ്. മറ്റേത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനാണ്, ഇത് ഒപ്പീനിയൻ കൊടുക്കാനാണ്. സോ അഷുറൻസ് സർവീസ് അല്ലെങ്കിൽ അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സർവീസാണ്. നമ്മൾ ഇൻഫർമേഷൻസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ, അതിന്റെ കോൺടെക്സ്റ്റ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ. എന്തിനാ? ഡിസിഷൻ മേക്കേഴ്സിന് ഈ ഒരു ഇൻഫർമേഷൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഇൻഫർമേഷൻസ് ആണെങ്കിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻസ് എടുക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മളെ ഇൻഫർമേഷൻസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനാണ് അഷുറൻസ് എൻഗേജ്മെന്റ് നമ്മൾ നടത്തുന്നത്. അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺഫർമേഷൻ, ഒരു ടൈപ്പ് ഓഫ് കൺഫർമേഷൻ ആണെന്ന് പറയും. അഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ കൺഫർമേഷൻ കൊടുത്തു എന്നാണ്. അഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അതിന് റിലയബിലിറ്റി, വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്തു എന്നതാണ്. അഷുറൻസ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, എക്സ്റ്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്താ പറയുന്നത്? നമ്മളൊരു ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യാണ് വെദർ അവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഓൺ മെറ്റീരിയൽ റെസ്പെക്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് IFRS ആൻഡ് റെലവന്റ് ലോ. നിയമം പറയുന്നത് പോലെ, സ്റ്റാൻഡേർഡ് പറയുന്നത് പോലെ എല്ലാ മെറ്റീരിയൽ റെസ്പെക്ട്സിലുമാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഒപ്പീനിയൻ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് കോൺഫിഡൻസ് കൂടുന്നു. അവർക്കൊരു റിലയബിലിറ്റി, അവർക്കൊരു വിശ്വസ്തത ഉണ്ടാവില്ല. ഒരു ഒപ്പീനിയൻ കൊടുത്താൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്, കമ്പനിയെ ഫേവർ ചെയ്യുന്ന ആളല്ല, കമ്പനിയായിട്ട് ഒരു പരിചയമില്ലാത്ത ആളാണ്, പുറത്തുനിന്ന് വന്ന ആളാണ്, എന്നാൽ കമ്പനീനെ പറ്റിയല്ല പറയുന്നത്. അപ്പോൾ നമ്മളൊരു കൺഫർമേഷൻ കൊടുക്കുകയാണ്, റിലയബിലിറ്റി കൊടുക്കുകയാണ്, നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഓഡിറ്റും എന്താണ്? ഒരു അഷുറൻസ് സർവീസാണ്. എക്സ്റ്റേണൽ ഓഡിറ്റും ഒരു അഷുറൻസ് സർവീസ് ആണ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ് അഷ്യൂർ ചെയ്യുന്നത്? അഷ്യൂർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്യൂരിറ്റി, കൺഫർമേഷൻ, കോൺഫിഡൻസ് എന്നൊക്കെ പറയാം. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റർ assures the shareholders, confidence the shareholders, confirms the shareholders that the FS are prepared by true and fair view. True ആയിട്ട്, ശരിയായ രീതിയിലാണ്, ഫെയർ ആയിട്ട്, ന്യായമായ രീതിയിലാണ് എന്ത് FS പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന കൺഫർമേഷൻ, എന്ന റിലയബിലിറ്റി, എന്ന അഷുറൻസ് ആർക്ക് കൊടുക്കാണ്? ഷെയർ ഹോൾഡേഴ്സിന്. ആരാ കൊടുക്കുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ്. സോ എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് ആൻ അഷുറൻസ്. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് ക്ലിയർ ആണോ? ഓഡിറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്: എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, അഷുറൻസ് എൻഗേജ്മെന്റ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അടുത്ത വീഡിയോയിലേക്ക് പോയിക്കോ, നമുക്ക് പെട്ടെന്ന് പഠിച്ച് നല്ല മാർക്കിൽ ഈ സെഷൻ പാസ്സാവും. Okay, all the best.